ഇതുവരെയുള്ളതൊന്നും ആയിരിക്കില്ല ഇനി അവന്റെ ലോകം. സ്നേഹ, അവർക്ക് വരാൻ പോകുന്ന കുഞ്ഞ്, അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ. അതിനിടയിൽ ഇതും ഈ പ്രശ്നങ്ങളും ഒക്കെ പതുക്കെ പതുക്കെ അങ്ങ് മാറിക്കോളും. ഒടുവിൽ കൂടെ വർക്ക് ചെയ്യുന്നൊരു ഡോക്ടർ ആ നിലയിലേക്ക് മാറിക്കോളും. എന്താ രസമെന്നറിയോ? അങ്ങനെ സംഭവിക്കില്ല എന്ന് വ്യക്തമായി അറിഞ്ഞുകൊണ്ടാണ് താൻ ഇപ്പൊ എന്നോട് ഇത് പറയുന്നത്. എന്നാലും അങ്ങനൊരു പ്രതീക്ഷ അല്ലേ? വിവാഹത്തിന്റെ കാര്യത്തില് ഏറ്റവും കൂടുതൽ ടെൻഷൻ സാരംഗിനായിരിക്കുമല്ലോ. സ്നേഹയുടെ ഡിമാൻഡിന്റെ പേരിൽ സാരംഗ് ആഘോഷം നടത്തിയത് എന്റെ രഞ്ജിത്തിന്റെ മുന്നില്. ഇക്കാര്യത്തില് സാരംഗിന്റെ സ്റ്റാൻഡിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നേക്കായിരിക്കും വിവാഹം? തൊട്ടടുത്ത ദിവസം. ഒട്ടും വൈകില്ല, വൈകാൻ പാടില്ല. താങ്ക് യു മോളെ. അല്ല, മോളുടെ പേര് ഞാൻ മറന്നു. വൃന്ദ. ആ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഒരു മിനിറ്റ് ഫാദർ. ഓഹോ, ഓ, അതല്ലേ ആ ഫാദർ, സാരംഗിന്റെ വില്ലന്റെ രക്ഷകർത്താവ്? അതെ, മുമ്പൊരിക്കലൂടെ വന്നിരുന്നു. അന്നത്തെ ഉദ്ദേശം മൈഥിലിയും ഞാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാന്നുള്ളതായിരുന്നു. അന്ന് ഞാൻ കണക്കിന് കൊടുത്തതാ. ഇപ്പൊ എന്താണോ വീണ്ടും വന്നിരിക്കുന്നത്? കാര്യം ഉണ്ടാവും. ഈ പുരോഹിതന്മാര് വലിയ വലിയ കമ്പനികളിൽ കയറി ഇറങ്ങുന്നത് ഭീമമായ പിരിവ് പ്രതീക്ഷിച്ചിട്ടാണല്ലോ. ഏയ്, അങ്ങനെ വരാൻ സാധ്യതയില്ല. ഗുഡ് മോർണിംഗ് സാരംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഫാദർ വന്ന് കുറച്ച് സമയമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. വെയിറ്റ് ചെയ്യട്ടെ. എനിക്ക് അദ്ദേഹത്തെ കൊണ്ട് ആവശ്യമൊന്നുമില്ല, മറിച്ചായിരിക്കും ആവശ്യം. അപ്പൊ സ്വാഭാവികമായിട്ടും വെയിറ്റ് ചെയ്യണമല്ലോ. തിരക്കാണെങ്കിൽ ഞാൻ ഫാദറിനോട് പിന്നെ വരാൻ പറയാം. ഫാദറിനോട് അല്പം വിധേയത്വം കൂടുതലുണ്ട് രഞ്ജിത്തിന്, അല്ലേ? ഒരു പുരോഹിതനല്ലേ? ആ, അവർക്ക് അതൊരു ബിസിനസ്, നമുക്ക് നമ്മുടെ ബിസിനസ്. സോ ആർക്കാണോ വലിപ്പം കുറവ് അവരെ കാത്തിരിക്കേണ്ടി വരും. ഓക്കെ രഞ്ജിത്ത്, ഫാദറിനോട് വരാൻ പറയും. ശരി. എന്തു പറ്റി പെട്ടെന്ന് തീരുമാനം മാറ്റാൻ? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. ആ ശല്യം ഒഴിവാക്കി കളയാം. ഫാദർ ചെല്ലാൻ പറഞ്ഞു. ഗുഡ് മോർണിംഗ് സാരംഗ്. ഗുഡ് മോർണിംഗ് ഫാദർ, ഇരിക്കൂ. ഓ, ഞങ്ങൾക്ക് കുറച്ച് കമ്പനി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അതാ വിളിപ്പിക്കാൻ ഇത്തിരി താമസിച്ചത്. ഓ, അത് സാരമില്ല. ഫാദർ വന്ന കാര്യം പറഞ്ഞോളൂ. അരുണിന്റെയും സ്നേഹയുടെയും വിവാഹം തീരുമാനിച്ചു. അതിലെന്താ ഇത്ര പ്രത്യേകത? ആ കുട്ടി പ്രഗ്നന്റ് അല്ലേ? അല്ല ഫാദർ, ഒരർത്ഥത്തിൽ നോക്കിയാൽ ഇതൊരു ഇല്ലീഗൽ റിലേഷനാ. മാരേജിന് മുമ്പ് ഗർഭിണിയാവുമെന്നൊക്കെ പറഞ്ഞ അത്തരം ഒരു കാര്യത്തിന് ഫാദർ മുന്നിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് ശരിയാണോ? തെറ്റും ശരിയൊക്കെ ലോകത്ത് ഒരുപാടുണ്ട്. ചിലർ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ സമയത്ത് അവരുടെ കൂടെ നിൽക്കണമെന്നും അവരെ സപ്പോർട്ട് ചെയ്യണമെന്നും ഒക്കെയാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. അരുണും സ്നേഹയും പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ട് കുട്ടികളാണ്. പ്രായത്തിന്റെ ചില അവിവേകം അവർക്ക് സംഭവിച്ചു. അത് തിരുത്താനുള്ള മാർഗമാണല്ലോ വിവാഹം. ഫാദർ, പരിചയപ്പെടുത്താൻ മറന്നു. ഇത് മായ മഹേശ്വരി, എന്റെ കമ്പനിയുടെ പാർട്ണറാണ്. എനിക്കറിയാം. ഫാദറിന് പിന്നെ സാരംഗിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എത്തിച്ചു തരാൻ ആളുകളുണ്ടല്ലോ. ഞാൻ എല്ലാവരുടെയും വിശേഷം തിരക്കും കുഞ്ഞെ. ചുറ്റുപാടുമുള്ള എല്ലാവരുടെയും വിശേഷങ്ങളും സന്തോഷങ്ങളുമാണ് എന്റെ സന്തോഷം. മായ മറ്റ് പുരോഹിതന്മാരെ പോലെയൊന്നുമല്ല. ഫാദർ കുറച്ച് വൈഡായിട്ട് ചിന്തിക്കുന്ന ആളാ. വേണമെങ്കിൽ ലോഹയണിഞ്ഞൊരു വിപ്ലവകാരി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണല്ലോ മറ്റുള്ളവർക്ക് ശരിയല്ലാത്ത കാര്യത്തിന് ഫാദർ ബോധപൂർവം കൂട്ടുനിൽക്കുന്നത്. സാരംഗ് എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തിനാ ഫാദർ ഇങ്ങനെ പൊട്ടം കളിക്കുന്നത്? അരുണിന്റെ സ്നേഹയുടെ വിവാഹം മുമ്പ് തീരുമാനിച്ചിരുന്നതല്ലേ? അത് മുടങ്ങിയതിന്റെ കാരണം
എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അത് പരിഹരിച്ചു. ഫാദറും ആ കുട്ടിയുടെ അച്ഛനും കൂടെ ആ കുട്ടിയെ വല്ലാതെ നിർബന്ധിച്ചു കാണും. ഗർഭിണിയായ നിനക്ക് ഇതല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല എന്ന് വിശ്വസിപ്പിച്ച് കാണും. അല്ലാതെ ഇതവരുടെ പരിശുദ്ധ സ്നേഹത്തിന്റെ കൂലിയൊന്നും അല്ലല്ലോ. അത് സാരംഗിന്റെ തെറ്റിദ്ധാരണയാണ്. ആ മതി മതി, എന്റെ തെറ്റിദ്ധാരണയൊന്നും ഫാദർ മാറ്റണ്ട. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഫാദറിനൊരു ഉറപ്പ് പറയാൻ പറ്റുമോ? എന്താ? അരുണും സ്നേഹയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം എത്ര നാളുണ്ടാവും? അതവരുടെ ആയുഷ്കാലം വരെ. നോ ഫാദർ, ഒരു ദാമ്പത്യ ജീവിതത്തിൽ ആണായാലും പെണ്ണായാലും പൊറുക്കാത്തൊരു സംഭവമുണ്ട്: തന്റെ ഇണയെ മറ്റൊരാൾ ഷെയർ ചെയ്യുന്നത്. ബൈബിളിലെ വാക്യങ്ങളൊക്കെ ഉദ്ധരിച്ച് അത്തരം വാചകങ്ങളിൽ ഒരു പെയിന്റ് അടിക്കാൻ പറ്റും. പക്ഷേ എല്ലാ മനസ്സിലും അത് വർക്കൗട്ട് ആവണമെന്നില്ല. സാരംഗ് പ്ലീസ്, നിങ്ങൾ ഇപ്പോഴും കാട് കയറി ചിന്തിക്കുകയാണ്. ഫാദർ മറ്റുള്ളവരുടെ പൊള്ളിയ മനസ്സിനെ ഉപദേശം കൊണ്ട് ഉണക്കുന്നവനാ. ഫാദറിന് എപ്പോഴെങ്കിലും മനസ്സ് പൊള്ളിയിട്ടുണ്ടോ? വേണ്ട. ഒരു കുടുംബ ജീവിതത്തിന്റെ യഥാർത്ഥ ടെൻഷൻ, പിരിമുറുക്കം, ഇതൊക്കെ ഫാദർ അനുഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാവണം. അപ്പോഴേ ചതിക്കപ്പെടുന്നവന്റെ വേദന എന്താണെന്ന് മനസ്സിലാവും. സാരംഗ്, ഇതെന്തിനാ ഇത്ര വിശദീകരിച്ച് പറയുന്നത്? അദ്ദേഹം ഒരു കല്യാണം വിളിക്കാൻ വന്നു, അത് കഴിഞ്ഞ് തിരിച്ചു പൊയ്ക്കോട്ടെ. ഫാദറിനെ അങ്ങനെ അങ്ങ് യാത്രയാക്കാൻ പറ്റില്ല മായ. ഫാദർ, സത്യത്തിൽ ഇപ്പൊ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും സൂത്രധാരൻ നിങ്ങളാ. ഞാനോ? അതെ, നിങ്ങൾ തന്നെയാ. സാരംഗ്, എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത്. എന്തായാലും കല്യാണത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. എന്നിട്ട് അവരുടെ ദാമ്പത്യത്തിന് പോയി കാവലിരിക്കുക. കുറെ നാൾ കഴിഞ്ഞിട്ട് നമുക്ക് തമ്മിലൊന്ന് കാണാം. അന്ന് ഫാദറിന് ഈ പറഞ്ഞ കോൺഫിഡൻസ് ഒന്നും ഉണ്ടാവില്ല. പൊട്ടി തകർന്നിട്ടുണ്ടാവും അവരുടെ ദാമ്പത്യം. അങ്ങോട്ട് ഉപദേശിക്കാമോന്ന് എനിക്കറിയില്ല ഫാദർ. ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കുറച്ചും കൂടി നല്ല പണികൾക്ക് പോകുന്നതാ നല്ലത്. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാരംഗ്. ഒരു കാര്യം ഞാൻ നിസ്സംശയം പറയാം, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ ഒരു വാക്ക് പോലും എന്നെ വിഷമിപ്പിച്ചിട്ടില്ല. കുഞ്ഞെ, ഒരു നന്മ ചെയ്യാൻ ഇന്ന വസ്ത്രം വേണമെന്നൊന്നും നിർബന്ധമില്ല. നല്ലൊരു മനസ്സുണ്ടായാൽ മതി. കുഞ്ഞിന് ബോധ്യമുള്ളത് കുഞ്ഞ് ചെയ്യുക. കാലമൊന്നും തിരുത്താതെ കടന്നു പോയിട്ടില്ല, ഒന്നിനും പ്രതികാരം ചെയ്യാതെ. ശരി. ഫാദറിന് സന്തോഷമായി കാണുമല്ലോ. സത്യത്തില് കുറച്ചുകൂടി അങ്ങേരെ അർഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ വസ്ത്രം കാണുമ്പോ ഒരു തടസ്സം. ഏതായാലും ഇത്രയൊക്കെ മതി. അരുണിന്റെ വിവാഹം നടക്കുന്നു. ഇനി അരുൺ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു ചർച്ചയാവില്ല. നിങ്ങൾ ഒന്നിച്ച് നന്നായിട്ട് ജീവിക്കണം. ഇതൊക്കെ പറയാനാണ് ഫാദർ വന്നത്. പക്ഷെ പറയാൻ പറ്റിയില്ല. പാവം. ഫാദർ ഇതെവിടെ പോയതാ? ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ. ഞാൻ അല്പം തിരക്കിലായിരുന്നടാ. ഇടവകയിലെ കാര്യങ്ങളൊക്കെ തന്നെ. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണമല്ലോ. ഫാദറിന് എന്തോ ടെൻഷൻ ഉണ്ടല്ലോ. എടാ, വെയിലത്ത് നടന്നു വന്നതല്ലേ, അപ്പൊ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവും. അതിന് ടെൻഷൻ എന്ന് പറഞ്ഞ് വായടപ്പിക്കാൻ നോക്കല്ലേ. സ്നേഹയുടെ അച്ഛനൊന്നും കൂടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്കൊന്നും ചെല്ലായിരുന്നില്ലേ? ഫാദറിനോട് ചോദിക്കേണ്ട എങ്ങനെയാ? എങ്ങനെ? ഓ, നീ സ്നേഹയുടെ കൂടെ പോയ എല്ലാ അവസരങ്ങളിലും എന്നോട് കൂടെ ചോദിച്ചിട്ടാണല്ലോ പോയത്. അങ്ങനെയല്ല, തന്നിഷ്ടം കാണിക്കേണ്ട നേരത്ത് അതൊക്കെ കാണിക്കുകയും അല്ലാത്ത നേരത്ത് അംഗൻവാടിയിലെ കുട്ടികളെ പോലെ പെരുമാറിയിട്ടൊന്നും കാര്യമില്ലടാ. സ്ഥിരത വേണം, സ്ഥിരത. ഓ, എനിക്ക് സ്ഥിരത കുറവാ. ആ, മൈഥിലി മോള് വാ, ഇരിക്ക്. എന്തായി ഫാദർ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ? വിവാഹത്തിന്റെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ആരെയും അറിയിക്കാനില്ലല്ലോ. നമ്മൾ ആരെയും വിളിച്ചൊന്നും കൂട്ടുന്നില്ലല്ലോ. സത്യത്തിൽ ഇവന്റെ വിവാഹത്തെക്കുറിച്ച് എന്റെ സങ്കല്പങ്ങൾ ഇതൊന്നും ആയിരുന്നില്ല. ഒരുപാട് ഓടിയും കഷ്ടപ്പെട്ടും എല്ലാം നശിപ്പിച്ചില്ലേ. സോറി ഫാദർ. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ കുഞ്ഞ് വളർന്നു വലുതാവുമ്പോൾ അതിന് വിവാഹം വേണ്ടി വരുമല്ലോ. അതിന് ഫാദർ ഉത്സാഹിച്ചോ? ഇവന്റെ സംസാരം കേട്ടോ മൈഥിലി?
ഈടാ അതുവരെ ഞാൻ ഉണ്ടാവൂടാ മരക്കഴുത്ത്. പിന്നെ ഫാദർ എവിടെ പോവാനാ? ആരെയും ക്ഷണിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണോ ഫാദർ? അതെന്താ മൈഥിലി അങ്ങനെ ചോദിച്ചത്? ഫാദർ ഒരാളെ വിവാഹം ക്ഷണിക്കാൻ പോയ കാര്യം ഞാൻ അറിഞ്ഞു. അവിടെ ഉണ്ടായ പ്രശ്നങ്ങളും അറിഞ്ഞു. ഫാദർ വന്നു കയറി നല്ലൊരു ടെൻഷനോടെ മാം. ഞാൻ ചോദിച്ചപ്പോ വെയിൽ കൊണ്ടിട്ടാന്ന് പറഞ്ഞത്. എന്താ ഫാദർ ഉണ്ടായത്? ആരാ ഫാദറിനെ അപമാനിച്ച്? അപമാനിക്കപ്പെട്ടു എന്ന് എനിക്കറിയാം. വിവാഹം ക്ഷണിക്കാൻ സാരംഗിനടുത്താ പോയത്. മുമ്പൊരിക്കൽ പോയിട്ട് മതിയായില്ലേ? എന്തിനാ ഫാദർ വീണ്ടും? കേൾക്കുമ്പോ എനിക്ക് എത്ര വേദന തോന്നുന്നറിയോ? ബഹുമാനത്തിന്റെ ഏറ്റവും കൂടിയ അളവിൽ ഞാൻ കാണുന്ന ഒരാള് എന്റെ ഭർത്താവിനും അയാളുടെ സ്റ്റാഫിനും മുന്നിൽ ഒന്നും അല്ലാതായി പോവാ. നാണം കെട്ട് നിശബ്ദനായി പോയി. ഫാദർ എന്താ ശരിക്കും ഉണ്ടായെന്ന് പറ, ഞാൻ പോയി ചോദിക്കാം. ഇറങ്ങിക്കോ. എന്നിട്ട് അവിടെ ചെന്നെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. ഇപ്പൊ ഈ ഇരിക്കുന്ന സമാധാനം ഇല്ലാതാക്കണമല്ലോ. പിന്നെ ഫാദർ എന്തിനു പോയതാ? മോളെ മൈഥിലി, ഒരു നാണക്കേടിന്റെ പേരിൽ എന്റെ തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്ന് ഞാൻ പറയില്ല. ഞാൻ പോയത് നിനക്ക് വേണ്ടിയാ. ഇവരുടെ വിവാഹകാര്യം അറിയിച്ചത് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഒന്നുകൂടി സംസാരിക്കാന്ന് കരുതി. എന്റെ കുടുംബജീവിതത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ച് ഫാദറിന് എന്തറിയാം? അരുണല്ല അവിടുത്തെ ഇഷ്യൂ. സാരംഗ് ഇപ്പൊ നടക്കുന്നത് മറ്റു ചില വഴികളിലൂടെയാ. അത് മറച്ചു പിടിക്കാൻ സാരംഗിനൊരു കാരണം വേണമായിരുന്നു. അത്രയേ ഉള്ളൂ എന്റെ സ്ഥാനം. പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ഒരു പെണ്ണിന്റെ പേരിൽ പറയുന്ന അവിഹിത കഥയാ. അത് അയാൾ സമർത്ഥമായിട്ട് ഉപയോഗിച്ചു. ഫാദറിന്റെ ഭാഷയില് വഴിതെറ്റിയ കുഞ്ഞാടിനെ കുറിച്ച് പറയുമല്ലോ. അതിനെ തേടി പിടിച്ച് തിരികെ എത്തിക്കുന്ന കഥയുണ്ടല്ലോ. അങ്ങനെയല്ല സാരംഗ്. മനസ്സ് മുഴുവൻ കാടത്തമാണ്. അതെനിക്ക് നന്നായിട്ടറിയാം. സോറി മോളെ. ചിലപ്പോഴൊക്കെ ഞാൻ നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കും. പുഞ്ചിരിച്ചുകൊണ്ടാണ് നീ എന്റെ മുമ്പിൽ ഇരിക്കുന്നതെങ്കിലും നിന്റെ മനസ്സിൽ ഉണങ്ങിക്കിടക്കുന്ന കണ്ണീര് ഞാൻ കാണും. അതുകൊണ്ട് തോന്നിയൊരു ആവേശമാണ്. എന്റെ കുഞ്ഞ് സന്തോഷത്തോടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നിന്റെ കുടുംബവും സമാധാനത്തിലേക്ക് പ്രവേശിക്കണമെന്നുള്ള ഒരു പുരോഹിതന്റെ ആഗ്രഹം. എനിക്കറിയാം ഫാദർ, നിങ്ങളൊക്കെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ തൈലം പുരട്ടി ഉണക്കാവുന്ന ഒരു മുറിവല്ല എന്റെ മനസ്സിലുണ്ടായിരിക്കുന്നത്. ഓരോ നിമിഷം തോറും സാരംഗ് അകന്നകന്ന് പോവുക. ആര് ശ്രമിച്ചാലും കൂട്ടിക്കെട്ടാൻ പറ്റാത്ത രീതിയിലേക്ക്. മോഹങ്ങളൊക്കെ ഞാൻ എന്നേ അവസാനിപ്പിച്ചു. ഒരേ ഒരു പ്രാർത്ഥന, ഈ കുതിപ്പില് സാരംഗ് എവിടെയും ഇടറി വീണ് പോകരുതെന്നാ. മോളെ, അത് വിട്ടേക്ക് ഫാദർ. നമുക്കിപ്പോ അരുണിനെയും സ്നേഹം കുറിച്ച് മാത്രം സംസാരിക്കാം. എന്റെ ജീവിതത്തില് എനിക്ക് സന്തോഷത്തിന്റെ കുറച്ച് നിമിഷങ്ങൾ തരാൻ ഇവർക്ക് രണ്ടുപേർക്കും പറ്റും. സ്വന്തം സ്വപ്നങ്ങൾ തകർന്നു പോയാലും മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് കാവലിരിക്കുന്നതും ഒരു സുഖം. രഞ്ജിത്ത് ഇതുപോലുള്ളൊരു കമ്പനിയിൽ ആദ്യമായിട്ടല്ലല്ലോ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് പലതരം സ്വഭാവമായിരിക്കും. പക്ഷേ നമ്മൾ നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടി അവരുടെ അധ്വാനം ഉപയോഗിക്കുന്നു. അതെ സാരംഗ്. പക്ഷേ രഞ്ജിത്തിനായാലും എനിക്കായാലും മായാമഹേശ്വരിക്കായാലും എല്ലാവരുടെയും സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്. അത് പരസ്പരം പഠിപ്പിച്ച് ശരിയാക്കലൊന്നും നമ്മുടെ ജോലിയല്ല. ഞാൻ കാണുന്ന പോലെ ഇവിടുത്തെ തൊഴിലാളികളെ മായ കാണണമെന്ന് നിർബന്ധം പിടിക്കരുത്. അവർക്ക് അവരുടെ രീതി ഉണ്ടാവും. അതിനാണല്ലോ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സാരംഗ് അവരുമായിട്ട് ഇക്കാര്യം ചർച്ച ചെയ്യണമെന്നോ അവരെ തിരുത്താൻ ശ്രമിക്കണമെന്നോ അല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്തിനാ? ഒരു മനസ്സുഖത്തിനോ? മായ ഒരല്പം പ്രശ്നക്കാരിയാണെന്ന് എന്നോട് പറഞ്ഞാ എനിക്കതിൽ എന്ത് ഫീൽ ചെയ്യാനാ? നത്തിങ്. ഓക്കെ, അത് വിട്. തൊഴിലാളികളുടെ കംപ്ലൈൻറ്റ്സ് നമ്മുടെ മേശപ്പുറത്ത് വരുമ്പോൾ നമുക്കതിന് പരിഹാരം ചിന്തിക്കാം, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരിക്കാം. ഓക്കെ സാരംഗ്. താനിരിക്കടോ. ഓഫീസിലെ ചില തീരുമാനങ്ങൾ അല്പം കനം കൂടിയതായാൽ നമ്മൾ തമ്മിലുള്ള സംസാരം പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നില്ല. ഞാൻ ഫ്രീയാ. കുറച്ചു നേരം നമുക്ക് വേറെന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. ആയിക്കോട്ടെ. ഫാദറിനെ വല്ലാതെ വേദനിപ്പിച്ചല്ലേ? എനിക്ക് ഈ ഒരു പക്ഷം പിടിച്ച് ന്യായം പറയുന്നത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. ഉൾക്കൊള്ളാൻ പറ്റില്ല. രഞ്ജിത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചോ?
ഇവരൊക്കെ എൻ്റെ അടുത്ത് വരുന്നത് മൈഥിലി പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാ. സോ അയാൾ നല്ലൊരു മധ്യസ്ഥനാണെങ്കിൽ സാരംഗ് എന്ത് പറയുന്നു എന്ന് ചോദിക്കണ്ടേ? എന്നിട്ടല്ലേ ഉപദേശങ്ങളും വചനങ്ങളും. ഇതങ്ങനെയല്ല. ഞാനിതാ എത്തിയിരിക്കുന്നു, ഞാനിതാ ഉപദേശിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് രീതി. അദ്ദേഹത്തിന്റെ സമയത്തിന് അദ്ദേഹത്തിന് വില കാണില്ലായിരിക്കും, പക്ഷെ എന്റെ സമയം വിലപ്പെട്ടതാ. സോ ഫാദർ ഇനി ഒരിക്കലും വരില്ല. നെവർ എവർ അഗെയിൻ. വളരെ പേഴ്സണലായിട്ട് വേറൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കടോ. മൈഥിലിയോടുള്ള വാശിക്ക് മായാമഹേശ്വരിയെ വീട്ടിൽ താമസിപ്പിക്കാന്നൊക്കെ പറഞ്ഞ ഇതാണ് മറ്റൊരു കുഴപ്പം. മായ വീട്ടിലെത്തിയ ദിവസം എന്തുകൊണ്ട് വീട്ടിലുണ്ടായിരുന്നില്ലെന്ന് നിങ്ങൾ ആരെങ്കിലും മൈഥിലിയോട് ചോദിച്ചോ? അത് മൈഥിലിയുടെ ന്യായം, നിങ്ങൾക്കൊക്കെ അത് സ്വീകാര്യം. അപ്പോഴും സാരംഗ് വീണ്ടും ഒറ്റപ്പെട്ടവനാവുന്നു. അതല്ല സാരംഗ്, എത്രയൊക്കെ തർക്കങ്ങളുണ്ടായാലും ആ കുടുംബം തന്റേതാ. അവിടെ മറ്റൊരാൾക്ക് അവസരം ഉണ്ടാക്കാന്ന് പറയുന്നത്. എന്ത് അവസരം? മായ അവിടെ വന്ന് ലഞ്ച് കഴിച്ചു, എന്റെ മോളോടൊപ്പം കുറച്ച് സമയം അവിടെ ചെലവഴിച്ചു, തിരിച്ചുപോയി. പിന്നെ കുടുംബജീവിതത്തിൽ ചില വാശികളൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ലടോ. അത് തനിക്ക് അനാമികയോടുണ്ടാവും, അനാമികയ്ക്ക് തന്നോടും ഉണ്ടാവും. അതൊക്കെ ചില വ്യക്തിത്വ പ്രശ്നങ്ങളാ. മൈഥിലി വന്നിട്ടേ മായ പോകാവൂന്ന് ഞാൻ തീരുമാനിച്ചു. അതെന്റെ ഒരു വാശി. എനിക്കൊന്ന് ജയിക്കണമെന്ന് തോന്നില്ലേ? ജയിക്കണമെന്ന മനുഷ്യർക്ക് എല്ലാവർക്കും തോന്നും. പക്ഷേ നമ്മളെ മുതലെടുത്ത് മറ്റു ചിലർ ജയിക്കാൻ ശ്രമിക്കരുത്. രഞ്ജിത്ത്, നമുക്കിത് ക്ലോസ് ചെയ്യാം. കാരണം എന്താണെന്നറിയോ? ഫാദർ തന്ന ഉപദേശങ്ങളിൽ ഇന്ന് ഞാൻ ഹാപ്പിയാ. നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ, നമ്മളിവിടെ ഓഫീസ് കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നതാണ് നല്ലത്. അതാവുമ്പോ കൂടുതൽ തർക്കങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അരുൺ. ആ സ്നേഹേ, അരുൺ വന്നിട്ടുണ്ട്. കേറി വാ, ഇരിക്ക്. എന്താ നിങ്ങള് വരാൻ പറഞ്ഞത്? തനിക്ക് തിരക്കൊന്നുമില്ലല്ലോ? ഇല്ല. അവളൂടി ഒന്ന് വന്നോട്ടെ. സ്നേഹേ. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങൾ രണ്ടുപേരോടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാ ഞാൻ കാണണമെന്ന് പറഞ്ഞത്. നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചാണ്. പള്ളിമേടയുടെ പണി പൂർത്തിയായാല് ഫാദർ മേടയിലേക്ക് മടങ്ങും. അവിടെ എന്തായാലും ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റില്ലല്ലോ. അതിനെക്കുറിച്ച് അരുൺ എന്താ തീരുമാനിച്ചിട്ടുള്ളത്? സത്യം പറഞ്ഞാ ഞാനും ഫാദർ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഒരു തീരുമാനം എടുത്തല്ലേ പറ്റൂ. മുമ്പൊരിക്കൽ ഈ കാര്യം സംസാരിച്ചപ്പോ മേടയുടെ അടുത്ത് തന്നെ ഒരു വാടക വീട് എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ ഫാദറിനോട് സംസാരിച്ചിരുന്നു. അതാവുമ്പോ ഫാദറിന്റെ കൂടെ അല്ലേലും തൊട്ടടുത്ത് തന്നെ ഞാൻ ഉണ്ടാവുമല്ലോ. അത് നല്ലതാ. ഫാദറിന്റെ അടുത്തൊന്നും ഒരുപാട് ദൂരം പോകാൻ അരുണിന് സാധിക്കില്ല. അച്ഛൻ പറയുന്ന എന്താണെന്നോ അരുൺ? അരുണും ഞാനും ഇവിടെ അച്ഛന്റെ കൂടെ ഉണ്ടാവണമെന്നാ. അത് ശരിയാവില്ല. വിവാഹം കഴിഞ്ഞ് ഭാര്യ വിട്ടു നിൽക്കാനുള്ള കോംപ്ലക്സ് കൊണ്ടാണോ? എന്ത് പേരിട്ടാണ് അതിനെ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തോ എന്റെ മനസ്സതിന് സമ്മതിക്കുന്നില്ല. സോറി അങ്കിൾ. അരുൺ, ഞാനിവിടുന്ന് പോയാൽ അച്ഛൻ തനിച്ചാവും, തീർത്തും ഒറ്റപ്പെടും. തന്നെ നിർബന്ധിപ്പിച്ച് സമ്മതിപ്പിക്കാൻ ഞാനില്ല. എടോ, എന്റെ ജീവിതത്തിലെ നല്ല സമയം കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ കൂടെ അടുത്തൊക്കെ ഉണ്ടാവുമ്പോൾ എന്റെ പ്രായം മറന്ന് ചിരിച്ചും കളിച്ചുമൊക്കെ നടക്കാൻ എനിക്ക് പറ്റും. പക്ഷേ ഈ വീട്ടിൽ തനിച്ചായി പോകുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പെട്ടെന്നൊരു വയസ്സനായി പോകും. പിന്നെ വല്ലപ്പോഴും നിങ്ങൾ വരുന്നതും കാത്ത് ഉമ്മറത്തേക്ക് നോക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കാം. അങ്കിൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്നെ അങ്കിളൊന്ന് മനസ്സിലാക്കണം. എനിക്കിതൊന്നും ശരിയാവില്ല. അരുൺ, ഇവിടെ അരുണിന്റെ സ്വാതന്ത്ര്യത്തിന് എന്തെങ്കിലും കുറവുണ്ടാവുമെന്ന് കരുതിയാണെങ്കിൽ പേടിക്കണ്ട. അതൊന്നുമല്ല സ്നേഹ. വേണ്ട, ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണ്ട.